Meet the editors. ചോദ്യം ഇതാണ്, കണക്കുകൾ കൃത്യമോ? ഇന്ന് പ്രതിപക്ഷം പറഞ്ഞത് ഇതൊരു സ്വയം പുകഴ്ത്തൽ റിപ്പോർട്ടാണ് എന്നാണ്. പല കണക്കുകളും യാഥാർത്ഥ്യത്തോട് നിരക്കുന്നതല്ല. എട്ടുകാലി മമ്മുഞ്ഞിനെ പോലെയുള്ള അവകാശവാദമാണ് ചുരുങ്ങിയ പക്ഷം ദേശീയപാതയുടെയും വിഴിഞ്ഞത്തിൻ്റെയും കാര്യത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. കണക്കുകൾ കൃത്യമാണോ? ദേശീയപാതയും വിഴിഞ്ഞവും പലതവണ പറഞ്ഞു പോയതായതുകൊണ്ട് അത് എനിക്ക് പറയാനില്ല. ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ നോക്കി വെച്ചതാണ്. കണക്കുകൾ കൃത്യമല്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇത് ഈ പറഞ്ഞ സ്വയം പുകഴ്ത്തൽ എന്നുള്ളത്, അതായത് ഞാൻ തന്നെ പരീക്ഷ എഴുതി ഞാൻ തന്നെ മാർക്കിടുന്നു എന്നുള്ളത് നമ്മൾ ഇന്നലെ ചർച്ചയിൽ ഞാൻ പറഞ്ഞ പോയിന്റ് ആയിരുന്നു. അപ്പോൾ കണക്കുകൾ കൃത്യമല്ല എന്ന് പറയുമ്പോൾ ഇത് ചില അവകാശവാദങ്ങളാണ്. അതിൽ ചില കണക്കുകൾ വരുന്നു. ആ കണക്കുകൾ എത്രത്തോളം വിശ്വസിക്കാമെന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. ഈ സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, സ്റ്റാർട്ടപ്പ് മിഷൻ പ്രവർത്തനം ശക്തിപ്പെടുത്തിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. 2019 2021 കാലയളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2021-23 കാലയളവിൽ സംസ്ഥാനം സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയിൽ 254% വർധന കൈവരിച്ചു എന്നാണ് സ്റ്റാർട്ടപ്പ് ജീനോം പറയുന്നത് എന്നാണ് റിപ്പോർട്ടിലുള്ളത്. അപ്പോൾ എന്താണ് ഈ സ്റ്റാർട്ടപ്പ് ജീനോം? സ്റ്റാർട്ടപ്പ് ജീനോം എന്നുള്ളത് ഒരു ഏജൻസിയാണ്. ആ ഏജൻസിക്ക് സർക്കാർ കൃത്യമായി പണം നൽകി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി. പണം അങ്ങോട്ട് കൊടുത്ത് പറയിപ്പിച്ചതാണോ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ന ഒരു ചോദ്യമുണ്ട്. കാരണം പണം കൊടുത്തു എന്നുള്ളത് സഭയിൽ തന്നെ കൃത്യമായി രേഖയായി വന്നിട്ടുള്ള കാര്യമാണ്. മുഖ്യമന്ത്രി തന്നെ അതിൽ മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു ചോദിച്ചത്. ആ ചോദ്യം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ 2020 മുതൽ ഓരോ സാമ്പത്തിക വർഷവും സ്റ്റാർട്ടപ്പ് ജിനോമിന് നൽകിയ തുക എത്രയാണെന്ന വിശദാംശം നൽകാമോ എന്നുള്ളതാണ്. അതിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയായി പറയുന്നത് 2021 $13,500, 2022 അത് $4,500, 2023 $15,000, 2024 $15,000. ഇങ്ങനെയാണ് അത് മറുപടി പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യമായി എൽദോസ് കുന്നപ്പള്ളിയിൽ ചോദിച്ചതാണ്, സ്റ്റാർട്ടപ്പ് ജിനോം എന്ന അന്താരാഷ്ട്ര സ്ഥാപനം കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? എങ്കിൽ എന്തൊക്കെ സേവനങ്ങളാണ് സ്റ്റാർട്ടപ്പ് ജിനോം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളതെന്ന് വ്യക്തമാക്കാമോ? മുഖ്യമന്ത്രിയുടെ തന്നെ മറുപടിയാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ 2020 മുതൽക്ക് സ്റ്റാർട്ടപ്പ് ജിനോം എന്ന സ്ഥാപനവുമായി സേവന കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതുപ്രകാരം താഴെ പറയുന്ന സേവനങ്ങളാണ് ലഭിക്കുന്നത്. അതായത് ക്ലയൻ്റാണ്, സർക്കാർ അവരുടെ ക്ലയൻ്റാണ്. അപ്പോൾ പണം കൊടുത്ത് പറയുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന സേവനങ്ങൾ, GSCR-ൽ നിശ്ചിത കാലയളവിലേക്ക് അംഗത്വം, സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിന് ആഗോള മാധ്യമ ശ്രദ്ധ നേടിക്കൊടുക്കുക, അങ്ങനെ ഒരു പ്രവർത്തനം. അതായത് ഇവരെ ഉയർത്തിക്കാണിക്കുക എന്ന ഉദ്ദേശത്തിന് പണം കൊടുത്തിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ഏജൻസിയാണ്. സ്റ്റാർട്ടപ്പ് ജിനോം വെബ്സൈറ്റിൽ പരാമർശം, ആഗോള സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം പങ്കാളികളുമായി ബന്ധം മെച്ചപ്പെടുത്താനുള്ള അവസരം, സർക്കാർ നയങ്ങളും ആവാസ വ്യവസ്ഥ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളും അംഗങ്ങൾക്കും സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം സ്റ്റേക്ക് ഹോൾഡേഴ്സിനും പരിചയപ്പെടുത്താനുള്ള അവസരം. ഇത്തരം കാര്യങ്ങളാണ് ഈ ഏജൻസിക്ക് പണം കൊടുത്ത് ചെയ്തിരിക്കുന്നത്. ഈ ഡോളർ കണക്കുകൾ ഓരോ വർഷത്തെയും കൂട്ടി നോക്കുമ്പോൾ ഏതാണ്ട് 50 ലക്ഷം വരും. അതൊന്ന്. ഇനി ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞു വന്ന ഒരു കാര്യം, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 11 മാസത്തെ പെൻഷൻ കുടിശ്ശിക എന്നുള്ളതാണല്ലോ. മുഖ്യമന്ത്രി ആ പ്രസംഗത്തിൽ പറഞ്ഞത് 18 മാസത്തെ കുടിശ്ശിക എന്നാണ്. ഈ കുടിശ്ശികയുടെ കണക്ക് എവിടെ നിന്നാണ് വരുന്നത്? ഇത്രയും വലിയ കുടിശ്ശികയുണ്ടെങ്കിൽ ആ വലിയ കുടിശ്ശിക കാലത്ത് എപ്പോഴെങ്കിലും അന്നത്തെ പ്രതിപക്ഷം ആ കുടിശ്ശിക കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ഓർമ്മയിലൊന്നും അത്തരമൊരു സമരമില്ല. ക്ഷേമ പെൻഷൻ മുടങ്ങുന്നു എന്ന സമരമില്ല. ഈ കാലയളവിൽ ഇപ്പോൾ ഇടത് സർക്കാരിൻ്റെ കാലത്ത് 6 മാസം ക്ഷേമ പെൻഷൻ മുടങ്ങിയപ്പോൾ നമ്മളിവിടെ സമരം കണ്ടതാണ്. പ്രതിപക്ഷം ആവർത്തിച്ച് പറയുന്നത് കണ്ടതാണ്. തെരഞ്ഞെടുപ്പിൽ പോലും പ്രധാനപ്പെട്ട വിഷയമായി, ഉപതെരഞ്ഞെടുപ്പിൽ പോലും പ്രധാനപ്പെട്ട വിഷയമായി വന്ന ഒരു കാര്യമാണ് ക്ഷേമ പെൻഷൻ. അപ്പോൾ അത് അങ്ങനെ ഉന്നയിക്കാവുന്ന ഒരു അവസരം അന്നത്തെ LDF, അന്നത്തെ പ്രതിപക്ഷം അത് ഉപയോഗപ്പെടുത്താതെ കളഞ്ഞോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. സഭയിൽ തോമസ് ഐസക് പറഞ്ഞ കാര്യം രേഖകളിലുണ്ട്. 3 മാസത്തെ കുടിശ്ശിക എന്നാണ് അന്ന് തോമസ് ഐസക് പറഞ്ഞിട്ടുള്ളത്. അന്ന് ധവളപത്രവും പുറത്തിറക്കിയിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ പുറത്തു പോയതിനു ശേഷം ഒരു ധവളപത്രം പുറത്തിറക്കുന്നു. അവിടെയും 3 മാസത്തെ കണക്കാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ 11ഉം 18ഉം എന്ന കണക്ക് വരുന്നത്? അപ്പോൾ ആധികാരികമായില്ല, വെറുതെ ചില കണക്കുകൾ പറഞ്ഞു പോകുക. അതായത് പ്രതിപക്ഷത്തിന് എതിരെയുള്ള ഒരു ആയുധമായി ചില കാര്യങ്ങൾ, രാഷ്ട്രീയമായി ചില കാര്യങ്ങൾ പറഞ്ഞു പോകുക എന്നല്ലാതെ ഇതിൽ ഒരു ആധികാരികമായ ഒരു രേഖയും സർക്കാരിന് മുന്നോട്ട് വയ്ക്കാനില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട്, ധനകാര്യ പ്രവർത്തനങ്ങളെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഡോക്ടർ അരുൺ പറഞ്ഞു അത് മേരി ജോർജിൻ്റെ കമ്മിറ്റിയാണോ എന്ന് താങ്കളൊരു സംശയം പ്രകടിപ്പിച്ചു. അങ്ങനെയല്ല, സംസ്ഥാന സർക്കാരിൻ്റെ പൊതുധനകാര്യ മാനേജ്മെന്റ് പരിശോധിക്കാനായി നിലവിലെ LDF സർക്കാർ തന്നെ നിയോഗിച്ച സംസ്ഥാന പൊതുചെലവ് അവലോകന സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. സാമ്പത്തിക വിദഗ്ധൻ D. നാരായണയാണ് ഈ സമിതിയുടെ അധ്യക്ഷൻ. സർക്കാരിൻ്റെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം 2024 ജൂണിൽ
ആദ്യ റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൽ സംസ്ഥാന ധനകാര്യ മാനേജ്മെന്റിനെ കുറിച്ച് അതിശക്തമായ നിരീക്ഷണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കണ്ടെത്തൽ ചിലത് ഞാൻ വായിക്കാം. പോൺസി സ്കീം എന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നു. സംസ്ഥാനത്തിന്റെ ഉയർന്ന കടത്തെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. GST അനുപാതം റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നു. കടം തിരിച്ചടയ്ക്കാൻ ആവശ്യമായ വരുമാനമുണ്ടാക്കാൻ കഴിയാത്ത ഒരു സർക്കാർ ഒന്നുകിൽ കടം തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുമെന്നും അല്ലെങ്കിൽ പഴയ കടങ്ങൾ വീട്ടാൻ കൂടുതൽ കടം വാങ്ങേണ്ടി വരുമെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. ഇതിനെ കമ്മിറ്റി പോൺസി സ്കീം എന്ന് വിശേഷിപ്പിക്കുന്നു. പിന്നീടുള്ള നിക്ഷേപകരുടെ പണം ഉപയോഗിച്ച് ആദ്യകാല നിക്ഷേപകർക്ക് പെട്ടെന്ന് വരുമാനം നൽകുന്ന സാമ്പത്തിക തട്ടിപ്പിനെയാണ് ഈ പേര് വെച്ച് വിളിക്കുക. അപ്പോൾ അതൊന്ന്. സംസ്ഥാനത്തിന്റെ സ്വന്തം നികുതി വരുമാനത്തിലെ കുറവിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ സ്വന്തം നികുതി വരുമാനം കുറഞ്ഞു വരികയാണെന്ന് റിപ്പോർട്ട് കണ്ടെത്തുന്നുണ്ട്. ഇനി കേന്ദ്ര വിഹിതം കുറവിനെ മറയ്ക്കുന്നു എന്നുകൂടിയാണ് ആ റിപ്പോർട്ടിലുള്ളത്. സ്വന്തം നികുതി വരുമാനത്തിൽ കുറവുണ്ടായിട്ടും കഴിഞ്ഞ ദശാബ്ദത്തിന്റെ രണ്ടാം പകുതിയിൽ സംസ്ഥാനത്തിന്റെ മൊത്തം റവന്യൂ വരുമാനം വർധന കാണിച്ചു. ഈ വർധനവിന് കാരണം കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള വർദ്ധിച്ച വിഹിതമാണെന്നും ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഈ റിപ്പോർട്ടിനെ ഞാൻ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. സംസ്ഥാന സർക്കാർ നിയോഗിച്ച ധനകാര്യ വിദഗ്ധൻ തയ്യാറാക്കിയ റിപ്പോർട്ട്, സംസ്ഥാന സർക്കാർ, ഇടത് സർക്കാർ തന്നെ നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. ഇനി പെൻഷനുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം പറയുന്നത് ഞങ്ങൾ 600 നിന്നും 1600 ആക്കി എന്നുള്ളതാണല്ലോ. ഇതിൽ തന്നെ സഭയിൽ OS അംബികയ്ക്ക് KN ബാലഗോപാൽ തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. ഈ 600 1600 ആക്കിയതിനെ കുറിച്ച്. UDF കാലത്തെക്കുറിച്ച് ഞങ്ങളുടെ അന്നത്തെ പെൻഷൻ വളരെ മോശമായിരുന്നു എന്നല്ല അദ്ദേഹം പറഞ്ഞത് പല താരിഫിലായിരുന്നു അന്നത്തെ പെൻഷൻ എന്നുള്ളതാണ്. 600-ന്റെ പെൻഷൻ ഉണ്ടായിരുന്നു, 900-ന്റെ പെൻഷൻ ഉണ്ടായിരുന്നു, 1200-ന്റെ പെൻഷൻ ഉണ്ടായിരുന്നു. അതായത് ഉദാഹരണത്തിന് 80% വൈകല്യമുള്ളവർക്ക് കൂടുതൽ പെൻഷനാണ്, 80% മുകളിലുള്ളവർക്ക് കൂടുതൽ പെൻഷനാണ്. ആ രൂപത്തിലുള്ള താരിഫായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ അത് ഏകീകരിച്ചുകൊണ്ട് 1600-ലേക്ക് എത്തിച്ചു. ഇതാണ് ഒരു കാര്യം. പിന്നെ ഇപ്പോഴത്തെ സർക്കാർ കുടിശ്ശിക വരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ 18 മാസമായി പെൻഷൻ നൽകിയിട്ടില്ല. അപ്പോൾ അവർക്ക് പെൻഷൻ നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവരുടെ പെൻഷൻ എങ്ങനെയാണ്? അവർക്ക് പെൻഷൻ തൊഴിലാളികൾ അടച്ച 10% വരുന്നുണ്ട്, അംശാദായമായി അവർ അടയ്ക്കുന്ന ഭാഗമുണ്ട്, വീട് വയ്ക്കുന്നവർ കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്, ക്ഷേമനിധി. അത് രണ്ടും തമ്മിൽ വ്യത്യാസം. അവർക്ക് 18 മാസമായി കൊടുക്കുന്നില്ല. അത് കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർ തന്നെ അടയ്ക്കുന്ന ഭാഗമാണെന്ന് ആലോചിക്കണം. മറ്റേത് സർക്കാരാണ് പൂർണ്ണമായും കൊടുക്കുന്നത്. അതാണ് വ്യത്യാസം. ഇത് ഇവരടയ്ക്കുന്ന ഭാഗമുണ്ട്, വീട് വയ്ക്കുന്നവർ കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്, പിന്നെ സർക്കാരിൻ്റെ ഒരു വിഹിതവുമുണ്ട്. അങ്ങനെ വരുന്നിടത്താണ് അതിൽ നിന്നുള്ള പണം എടുത്ത് സർക്കാർ വക മാറ്റി ചെലവഴിച്ചിരിക്കുന്നത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി അങ്ങോട്ട് അടയ്ക്കുന്ന പൈസയിൽ നിന്ന് അവർക്ക് കിട്ടേണ്ട പെൻഷൻ കിട്ടുന്നില്ല എന്നൊരു സാമൂഹ്യക്ഷേമ പെൻഷൻ അല്ലത്, പലതരം പെൻഷനുണ്ട്. സാമൂഹ്യക്ഷേമ പെൻഷൻ സർക്കാർ പൂർണ്ണമായി കൊടുക്കുന്നു. ഇത് നമ്മൾ തന്നെ, ഇപ്പോൾ എനിക്ക് പെൻഷൻ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ വിഹിതം ഇടുന്നു. സർക്കാർ കൊടുക്കേണ്ടതാണെന്നേ. അത് 18 മാസമായി തടയുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താണ്, പെൻഷൻ വിവിധ പെൻഷനുകൾ കിട്ടുന്നില്ലല്ലോ. അതിൽ തട്ടിപ്പ് വന്ന ശേഷം അത് ഏകീകരിച്ചല്ലോ. അപ്പോൾ എന്താണ് ഇവർക്ക് കിട്ടിയിരുന്ന മറ്റ് പെൻഷൻ കിട്ടുന്നത്? ഇവർ തൊഴിലാളികളാണെന്ന് ആലോചിക്കണം. സാധാരണ സർക്കാർ ജീവനക്കാർ പല ഘട്ടത്തിലും കാണിച്ച തട്ടിപ്പ് കാരണമാണ് ആ തരത്തിൽ പെൻഷൻ്റെ കാര്യത്തിൽ ഒരു ഏകീകരണം ഉണ്ടായത്. പക്ഷേ അത് ഇവരെ സംബന്ധിച്ചിപ്പോൾ ഇരുട്ടടിയാകുന്നു എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. പിന്നെ പറഞ്ഞത് 1000-ഓളം സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന സമയത്താണ് സർക്കാർ വന്നത്. അങ്ങനെ ഒരു 1000 സ്കൂളുകൾ അടച്ചുപൂട്ടുന്നതെന്ന് പറയുമ്പോൾ എവിടെയാണ് അതിൻ്റെ ഒരു തെളിവുള്ളത്? 1000 സ്കൂളുകൾ എന്ന് പറയുമ്പോൾ അതിനൊരു തെളിവുണ്ട്. 1000 സ്കൂളുകൾ അടച്ചുപൂട്ടിയതിൽ നിന്നും പൂട്ടാനിരിക്കെ ഞങ്ങൾ അധികാരത്തിൽ വന്നു എന്നാണ് പറയുന്നത്. അതിലും ഒരു കണക്ക് രേഖപ്പെടുത്താനില്ല. ഒരു കണക്ക് അങ്ങ് പറഞ്ഞു പോവുക എന്നുള്ളതാണ്. സ്കൂളുകൾ, പുതിയ കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട്, എല്ലാ സ്കൂളുകൾക്കും കമ്പ്യൂട്ടറുകൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ശരി തന്നെ. അത് ഇടത് സർക്കാർ വന്ന ശേഷം വന്നിട്ടുള്ള സർക്കാർ സ്കൂളിലൊരു മാറ്റം ഒരു കാഴ്ചയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ സ്കൂളിലെ അധ്യാപകരുടെ കാര്യത്തിൽ, പ്രിൻസിപ്പൽമാരുടെ കാര്യത്തിൽ, ഇനി യൂണിവേഴ്സിറ്റികളിലേക്ക് പോവുകയാണെങ്കിൽ സ്ഥിരം VC-മാരുടെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഒഴിവുകൾ നികത്തിയിട്ടുണ്ടോ എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കണക്കായി പറയാനാവുക. ആ തരത്തിൽ പല കണക്കുകളും തെറ്റായി തന്നെ അവിടെ കാണിക്കുകയാണ്. ഇനി ആരോഗ്യവുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പിൻ്റെ വലിയ നേട്ടങ്ങളായി പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു മരണം തന്നെ പറയാമല്ലോ. ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കുടുംബനാഥൻ, അദ്ദേഹത്തിന് 2 പെൺമക്കളെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മഞ്ഞപ്പിത്തം ബാധിച്ച് മകളെ കൊണ്ടുപോകുന്നു. കൂട്ടിനിപ്പിനായി മകളുടെ 2ാമത്തെ മകളെയും പോകുന്നു. ആ കുട്ടിക്ക് അവിടെ തറയിൽ കിടക്കേണ്ടി വരുന്നു. ICUവിന് വേണ്ടി ആ പിതാവിന് കരയേണ്ടി വന്നു. അതിനുശേഷം പിന്നീട് ICUവിൽ കിട്ടി, പക്ഷേ ആ കുട്ടി മരിച്ചു. അടുത്ത ദിവസം തന്നെ 2ാമത്തെ കുഞ്ഞും മരിക്കുകയാണ്. ആകെ ഒരു മകൻ മാത്രമാണല്ലോ. അപ്പോൾ സർക്കാർ സംവിധാനത്തിൽ നിന്നും എന്ത് സഹായം കിട്ടി എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതില്ല. അവിടെ നിന്നും 3ാമത്തെ കുഞ്ഞിനെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പലരുടെയും സഹായത്താൽ ആക്കിയതുകൊണ്ട് ആ കുഞ്ഞിന്
മരണം സംഭവിച്ചില്ല. ആ വീട് എന്ന് പറയുന്നത് ഒറ്റമുറി വീടിൻ്റെ മുറ്റത്താണ് 2 കുഴിമാടങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് പറയാവുന്ന ഏറ്റവും പുതിയ ഉദാഹരണം. നമ്മൾ തന്നെ കഴിഞ്ഞ വർഷം കൊടുത്തൊരു വാർത്തയാണ്. CPIയുടെ തിരുവനന്തപുരത്തൊരു പ്രാദേശിക നേതാവ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ലിഫ്റ്റിൽ 2.5 ദിവസം കുടുങ്ങിയ വാർത്ത. അപ്പോൾ അതൊക്കെയാണ് ആരോഗ്യവകുപ്പിൽ നൽകിയിരിക്കുന്ന സൗകര്യങ്ങൾ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് വേറെ ചില കണക്കുകൾ പറയുന്നു. വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞത്തെ എന്താണ് പറഞ്ഞത്? 6000 കോടിയുടെ അഴിമതി എന്നല്ലേ അന്ന് CPM പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ വിഴിഞ്ഞ് അവരുടെ അഭിമാന പദ്ധതിയാവുന്നു. കൊച്ചി മെട്രോ ആയാലും വിഴിഞ്ഞമായാലും ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളമായാലും UDF സർക്കാർ തുടങ്ങി വെച്ച് മുൻ സർക്കാരുകൾ തുടങ്ങി വെച്ചതിൻ്റെ തുടർച്ച ഉണ്ടാകണം. അങ്ങനെ തുടർച്ച സംഭവിച്ചിട്ടുണ്ട്, അത് യാഥാർത്ഥ്യത്തിൽ നീങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ അതിനെ മുഴുവൻ ക്രെഡിറ്റും എടുക്കാനാകുമോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെതായി എന്ത് പുതിയ പ്രോജക്റ്റ്, മെഗാ പ്രോജക്റ്റാണ് നടപ്പാക്കിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ സിൽവർ ലൈനാണ്. അവരെ സംബന്ധിച്ച് അവർ അങ്ങനെ വിഭാവനം ചെയ്തിരുന്നത്. അങ്ങനെ വിഭാവനം ചെയ്ത ഒരു കാര്യം നടപ്പാക്കാനായിട്ടുണ്ടോ? അത് നടപ്പായിട്ടില്ല, പാതി വഴിയിലാണ്. അപ്പോൾ ഇതാണ് ആ കണക്കുകളുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാൻ. ഞാനിന്ന് വിചാരിച്ചത് LDF സർക്കാരിൻ്റെ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിനെ പ്രതിപക്ഷം നിശിതമായി കണക്കുകൾ വെച്ച് ഉദ്ധരിച്ച് കൗണ്ടർ ചെയ്യുമെന്നാണ്. നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. 328 പേജുകളുള്ള LDF സർക്കാർ പുറത്തിറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ടിനെ ഒന്ന് ശക്തമായി വിമർശിക്കാനുള്ള കെൽപ്പ് പോലും പ്രതിപക്ഷത്തിനില്ല എന്ന് ഞാൻ സംശയിക്കുന്നു. കാര്യം ഒരു ഡീറ്റെയിൽ സ്കാനിങ് നടന്നിട്ടില്ല. ഇപ്പോൾ ഏകദേശം 24 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നല്ലോ. ഈ 328 പേജുകളിൽ വിവിധ സെക്ഷനുകളിലായിട്ട് കൊടുത്തിരിക്കുന്ന കേരളത്തിൻ്റെ 4 വർഷത്തിൻ്റെ വികസനമെന്ന് LDF അവകാശപ്പെടുന്നതിനെ എതിർക്കാൻ എന്താണ് പ്രതിപക്ഷത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത്? ഏതൊക്കെ കണക്കുകളാണ് ഉണ്ടായിരുന്നത് എന്ന് ഞാൻ അത്ഭുതപൂർവ്വം കാത്തിരിക്കുകയായിരുന്നു ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണത്തിന് വേണ്ടി. ഓരോന്നും കണക്കുകൾ വെച്ച് ഖണ്ഡിക്കും വികസനത്തിൻ്റെ കാര്യത്തിൽ എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്ന വിമർശനം K-ഫോണുമായി ബന്ധപ്പെട്ടൊരു വാദം ഉയർന്നു. എന്താണ് K-ഫോണിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറയുന്നതും വസ്തുതയും രണ്ടും വ്യത്യസ്തമല്ലേ? വസ്തുത ഞാൻ പറയാം. K-ഫോണിനെ കുറിച്ച് ഈ പ്രതിപക്ഷം 2023, 24 ഹൈക്കോടതിയിൽ പോയല്ലോ CBI എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ട്. എന്തായിരുന്നു പ്രതിപക്ഷം അന്ന് ആവശ്യപ്പെട്ടത്? പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് CAG റിപ്പോർട്ടിൽ K-ഫോൺ തുടങ്ങുന്ന സമയത്ത് 1028 കോടി രൂപ, ആ 1028 കോടി രൂപയാണ് ആദ്യം ചെലവായി കണക്കാക്കിയിരുന്നതെങ്കിൽ പിന്നീട് അത് ടെൻഡർ വിളിക്കുന്ന സമയമാകുമ്പോഴേക്കും 1531 കോടി രൂപയായി ഉയർന്നിരിക്കുന്നു. അതിൽ 400 കോടിയിലധികം രൂപയുടെ ഏകദേശം 50% വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വലിയ അഴിമതിയാണെന്നും ആ അഴിമതി CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതി പോയിരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് എന്താണെന്നറിയാമോ നിരീക്ഷണം വന്നത്? നിങ്ങൾക്ക് എന്ത് ബോധ്യത്തിലാണ് ഇങ്ങനെയൊരു ഹർജി കൊണ്ടുവന്നത് എന്നിട്ട് ചോദിക്കുന്നു, ഇതൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണോ അതല്ല ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ലിറ്റിഗേഷൻ ആണോ എന്ന് ഈ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കാനുള്ള കാരണം എന്താ? അടിസ്ഥാനമായിട്ടുള്ളൊരു പ്രാഥമികമായിട്ടുള്ള ഒരു മനസ്സിലാക്കൽ പോലും ആ വിഷയത്തിലുണ്ടായില്ല. ഒരു വർഷത്തെ കണക്കാണ് 1028 കോടി രൂപ. ഒരു വർഷത്തെ അതിൻ്റെ ചെലവും അത് നടപ്പിലാക്കുന്നതിൻ്റെ ചെലവും അതിൻ്റെ മെയിൻ്റനൻസും അടക്കമാണ് ആദ്യം പറഞ്ഞിരുന്ന 1028 കോടി. അത് കഴിഞ്ഞാലോ ഓരോ വർഷവും മെയിൻ്റനൻസിന് 104 കോടി രൂപ വേണം. അങ്ങനെ 7 വർഷത്തെ മെയിൻ്റനൻസിന് ആവശ്യമായി വരുന്നത് 728 കോടി രൂപയാണ്. ആ 728 കോടി രൂപയിൽ നിന്ന് 428 കോടി രൂപയായി കുറച്ചുകൊണ്ടാണ് മൊത്തം 1531 കോടി രൂപ എന്ന കണക്കിലേക്ക് എത്തിയത്. ബെൽ എന്ന് പറയുന്ന കൺസോർഷ്യം അടക്കം ഈ K-ഫോൺ പബ്ലിക് എൻ്റർപ്രൈസസ് കൺസോർഷ്യത്തിന് കൊടുത്തതിൽ ആ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം അന്ന് പൊളിഞ്ഞവിടെ വീണതാണ്. അതിനുശേഷം ഇന്നും പ്രതിപക്ഷം K-ഫോണിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അതുകൊണ്ട് ഞാൻ ആ കണക്കുകളൊന്ന് പരിശോധിച്ചു. K-ഫോണിന് എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടോ? ഇക്കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ K-ഫോൺ കൊടുക്കാതിരുന്നിട്ടുണ്ടോ? K-ഫോണിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് ഞാൻ പരിശോധിച്ചു. K-ഫോണിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്കത് കാണാം. K-ഫോണിൽ 1 ലക്ഷം കണക്ഷനുകൾ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ആ 1 ലക്ഷം കണക്ഷനുകൾ നൽകിക്കഴിഞ്ഞതിൽ ഏകദേശം 13,000-ഓളം കണക്ഷനുകൾ നൽകിയിരിക്കുന്നത് BPL വിഭാഗത്തിൽപ്പെട്ടവർക്കാണ്. 11,402 കണക്ഷൻ. അതായത് ഇതല്ലെങ്കിൽ ഇത് പൈസ അടയ്ക്കാനില്ലാതെ ഒരു തരത്തിലും ഇൻ്റർനെറ്റ് 10 Mbps മുതൽ 30 Gbps വരെ പോകാൻ സാധ്യതയുള്ള സ്പീഡിലുള്ള ഇൻ്റർനെറ്റ് കണക്ഷനുകൾ വീട്ടിലെത്താൻ ഒരു സാധ്യതയും ഇല്ലാതിരുന്ന 11,000 ബിലോ പോവർട്ടി ലൈൻ ദരിദ്ര ഭവനങ്ങളിലേക്ക് K-ഫോൺ കണക്ഷൻ സൗജന്യമായിട്ടെത്തുന്നു. നോക്കൂ, സർക്കാർ സ്ഥാപനങ്ങളിൽ ഏകദേശം 30,438 സർക്കാർ സംവിധാനങ്ങൾ ഇന്ന് ഈ K-ഫോണിൻ്റെ ഇൻ്റർനെറ്റ് സംവിധാനം ഉപയോഗിക്കുകയാണ്. ഒരു വർഷത്തിനുള്ളിൽ K-ഫോൺ കണക്ഷൻ 1 ലക്ഷം പിന്നിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ K-ഫോൺ
ഫോൺ എന്ന് പറയുന്ന പദ്ധതിയിലെ നേട്ടത്തെ നമുക്ക് എങ്ങനെയാണ് തള്ളിക്കളയാൻ കഴിയുക? അതാണ് കണക്ക് വെച്ച് കെ ഫോണിനെ ഞാൻ പ്രതിരോധിക്കാം എന്ന് പറഞ്ഞത്. അപ്പോൾ കെ ഫോണുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം അന്ന് ഉയർത്തിയ ആരോപണം തെറ്റ്. ഇന്ന് കെ ഫോണിനെ കുറിച്ച് വസ്തുത ഞാൻ ഈ പറഞ്ഞത് 1 ലക്ഷം കണക്ഷനുകൾ കൊടുത്തു. നമ്മുടെ മുന്നിലുണ്ട് കണക്ക് വെച്ച് തന്നെ നമുക്ക് ഡിബേറ്റ് ചെയ്യാം. ഇനി പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ചില കാര്യങ്ങൾ പറഞ്ഞു. എത്ര ആരോപണങ്ങളാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ കണ്ടത്. PPE കിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ലോകായുക്തയിൽ പോയപ്പോൾ ലോകായുക്ത നൽകിയ മറുപടി എന്താ? കർണാടകയിൽ PPE കിറ്റിന് കൊടുത്ത പണം എത്ര? ഇത് നമ്മൾ താരതമ്യം ചെയ്തതല്ലേ? ആ കേസ് നിലനിന്നു. അവിടെ അഴിമതിയുണ്ടെന്ന് സ്ഥാപിക്കാൻ ലോകായുക്തയിൽ സാധിച്ചു. AI ക്യാമറയുമായി ബന്ധപ്പെട്ട് കെൽട്രോണിന് പണം കൊടുക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയല്ലോ. എന്നിട്ട് AI ക്യാമറയുടെ കാര്യത്തിൽ അഴിമതിയുണ്ടെന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ലല്ലോ. കിഫ്ബിയിലെ മസാല ബോണ്ട് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. അടച്ചു തീർന്നു കഴിഞ്ഞ് ഇപ്പോൾ പ്രതിപക്ഷത്തിന് മിണ്ടാട്ടമില്ലാതായല്ലോ. കിഫ്ബി മസാല ബോണ്ട് എടുക്കുന്നത് ആ സമയത്ത് നിലവിലുണ്ടായിരുന്നത് 10.68% അന്ന് A റേറ്റിംഗുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് കടമെടുക്കുമ്പോൾ അന്ന് നിലവിലുള്ള കടത്തേക്കാൾ പലിശയേക്കാൾ കുറഞ്ഞ പലിശയ്ക്കാണ് മസാല ബോണ്ടിൽ ഈ പറയുന്ന പലിശ നിശ്ചയിച്ചത് എന്നുള്ളതിൻ്റെ കണക്കുകൾ പുറത്തു വന്നതല്ലേ? അതുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് അനുമതി കൊടുത്തതല്ലേ? EDക്ക് മസാല ബോണ്ട് ഇഷ്യൂ ചെയ്ത വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് കോടതിയുടെ ഉത്തരവ് വന്നതല്ലേ? മസാല ബോണ്ടിലെയും കിഫ്ബിയിലെയും പ്രതിപക്ഷത്തിൻ്റെ ആരോപണം പൊളിഞ്ഞില്ലേ? പാലക്കാട് സ്പിരിറ്റുമായി ബന്ധപ്പെട്ട് രണ്ടാം പിണറായി സർക്കാരിനെതിരെ വലിയ അഴിമതി ആരോപണം കൊണ്ടുവന്നല്ലോ. പൊടി പോലും ഉണ്ടോ കണ്ടുപിടിക്കാൻ? ഒടുവിൽ കവിതാ റാവുവിനെ കൂട്ടുപിടിച്ചപ്പോൾ കവിതാ റാവു എന്താ ചെയ്തത്? ഡിഫമേഷന് വേണ്ടിയിട്ട് നോട്ടീസ് അയക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ? പാലക്കാട് സ്പിരിറ്റ് ലോബി എന്നുള്ളത് കർണാടക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണെന്നൊരു ആരോപണം ഉയർന്നതോടുകൂടി ആ ആരോപണവുമായിട്ടത് പിൻവാങ്ങുന്ന സാഹചര്യം ഉണ്ടായില്ലേ? KFC കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ അംബാനിയുടെ റിലയൻസ് കൊമേഴ്സ്യൽ ഫിനാൻഷ്യൽ ലിമിറ്റഡ് നിക്ഷേപം നടത്തിയതൊരു വലിയ അഴിമതി വിവാദം കൊണ്ടുവന്നു. ഒടുവിൽ എന്താണ്? KFC തന്നെ രേഖാമൂലം കാണിച്ചു. റേറ്റുള്ളൊരു കമ്പനിയിൽ KFCക്ക് നിക്ഷേപിക്കുന്നതിന് ഒരു തടസ്സവുമില്ല, ചട്ടപ്രകാരമാണ് നിക്ഷേപിച്ചിരിക്കുന്നത് കണ്ടെത്തിയില്ലേ? ഇങ്ങനെ ഓരോരോ ആരോപണങ്ങൾ കൊണ്ടുവരികയും ഒരാരോപണവും തെളിയിക്കാൻ കഴിയാതെ വരികയും ചെയ്ത സാഹചര്യത്തിലാണ് ഞാൻ വിചാരിച്ചു ഇത് സർക്കാർ കൊടുത്തിരിക്കുന്ന അവകാശവാദമാണല്ലോ പ്രോഗ്രസ് റിപ്പോർട്ട്. അതിൻ്റെ ഓരോ കണക്ക് പ്രകാരം എടുത്ത് ഈ സർക്കാരിനെ വിമർശിക്കുമെന്നാണ് ഞാൻ കരുതിയത്. അവിടെയാണ് സ്മൃതി പറഞ്ഞ ജീനോം പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട്, അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണെന്ന് എനിക്കറിയില്ല, അത് പക്ഷേ സ്മൃതിയുടെ കണക്കാണ്. ജീനോം പ്രൊജക്റ്റ് എന്താ സ്മൃതി? ജീനോം പ്രൊജക്റ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് ഇന്നോവേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള, നമ്മളൊക്കെ ഇപ്പോൾ ബാർക്ക് എന്ന് പറയുന്നൊരു ഏജൻസിയെ സമീപിക്കും. ബാർക്ക് ഏജൻസിയാണ് എല്ലാ ടെലിവിഷനുകൾക്കും നമ്മളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ആ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ഏജൻസിക്ക് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്താണ് ബാർക്കിൽ അംഗത്വം എടുക്കുന്നത്. ബാർക്കിൽ അംഗത്വം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റേറ്റിംഗ് അടിച്ച് തരിക എന്നുള്ളതല്ല. ശാസ്ത്രീയമായി അവർ നടത്തുന്ന ഒരു സർവേയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളും ഏഷ്യാനെറ്റും 24ഉം അടക്കമുള്ള ചാനലുകൾക്കുള്ള റേറ്റിംഗുകൾ നിശ്ചയിച്ചിരുന്നത്. അതുകൊണ്ട് നമുക്കൊരു 100 രൂപ അധികം കൊടുത്താൽ നമുക്ക് കൂടുതൽ റേറ്റ് അടിച്ചു തരുമോ ശ്രീ ആൻഡ്രു? അതാണല്ലോ, അതൊരു സർവേ ഏജൻസി കൂടിയാണ്. അതൊരു സർവേ ഏജൻസി മാത്രമല്ല, ക്ലയൻറ്റുകളെ ഇന്നോവേഷൻ സ്റ്റാർട്ടപ്പിൻ്റെ ഭാഗമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുന്നുണ്ട്. കർണാടകയുണ്ട്. ഞാനതാ പറഞ്ഞത്, ഹൈപ്പർ കർണാടക ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന പേരിൽ കർണാടക സർക്കാർ ഇതേ സ്റ്റാർട്ടപ്പ് ഇന്നോവേഷൻ ഈ ജീനോം പ്രോജക്റ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിന് സ്വാഭാവികമായും നമുക്ക് ഗൈഡൻസ് തരുന്നത് അവരാണ്. നമ്മുടെ സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റുകളെ അന്തർദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള മീഡിയ കൺസൾട്ടൻസി സഹായം ചെയ്യുന്നത് അവരാണ്. അത്തരം സഹായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മുടെ സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റുകൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതാണ് ഞാൻ പറഞ്ഞത്. കർണാടകയിൽ ഇത് പ്രോജക്റ്റ് ഉണ്ട്. 55 രാജ്യങ്ങളിലെ വിവിധ പ്രോജക്റ്റുകളാണ് ഈ സ്റ്റാർട്ടപ്പ് ജീനോം പ്രോജക്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ സ്റ്റാർട്ടപ്പ് ജീനോം പ്രോജക്റ്റിന് അങ്ങോട്ട് പൈസ കൊടുത്ത് നമ്മൾ ഉണ്ടാക്കിയ റാങ്കിങ് അല്ലേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണല്ലോ സർവേ ഏജൻസികൾക്ക് പ്രവർത്തിക്കുന്നത്. സർവേ ഏജൻസികൾക്ക് നമ്മൾ പണം കൊടുക്കുന്നു. ആ സർവേ ഏജൻസികൾ സർവേ നടത്തി നമുക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് തരാനല്ല പൈസ കൊടുക്കുന്നത്. ആ ശാസ്ത്രീയമായിട്ടുള്ള, അതും ഏറ്റവും ക്രെഡിബിൾ റേറ്റിംഗ് ഉള്ള ഒരു ഏജൻസിയാണ് സ്റ്റാർട്ടപ്പ് ജീനോം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഏകദേശം ഞാൻ മനസ്സിലാക്കില്ല, അവർ നടത്തുന്ന സേവനത്തിന് പണം കൊടുക്കുന്നത്. ആ സേവനമാണ്, ആ സർവേയുടെ റിസൾട്ടാണ് നമ്മൾ കിട്ടുന്നത്. നമുക്ക് മോശമാണെങ്കിൽ നമ്മൾക്ക് മോശമാണെന്ന് പറയേണ്ടി വരും, നമുക്ക് മികച്ചതാണെങ്കിൽ മികച്ചതാണെന്ന് പറയേണ്ടി വരും. കാര്യത്തിൽ ആ സേവനം എന്താണ് സേവനം എന്ന് പറയുന്ന കാര്യത്തിലുണ്ട്. ഗ്ലോബലി കേരള സർക്കാരിനെ ഉയർത്തി കാണിക്കുക എന്നത്. അത് മാത്രമല്ല, അതൊരു പോയിന്റ് ആണ്. ഞാൻ പറഞ്ഞ പൈസ കൊടുത്ത് ഒരു ഏജൻസിയെ കൊണ്ട് പറയിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഇത്ര ശതമാനം എന്ന രൂപത്തിൽ കൊടുക്കുമ്പോൾ അതിന്റെ ആധികാരികത സംശയം സ്വന്തമായി ചെയ്യാൻ. നമ്മൾ തമ്മിലുള്ള വിയോജിപ്പ്. സ്മൃതി പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. സ്റ്റാർട്ടപ്പ് ജീനോം പ്രോജക്റ്റിൽ കേരളം ഒരു ക്ലയന്റ് ആണ്. 100% കറക്റ്റ്. കർണാടക ഒരു ക്ലയൻ്റാണ്. 55 രാജ്യങ്ങളിലെ 180ഓളം വിവിധ സ്ഥാപനങ്ങൾ സ്റ്റാർട്ടപ്പ് ജീനോം പ്രോജക്റ്റിൻ്റെ സേവനം ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് സ്റ്റാർട്ടപ്പ് ജീനോം പ്രോജക്റ്റിൻ്റെ സേവനം? നമ്മളിവിടെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയാൽ ആ സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ഇന്നോവേറ്റീവായിട്ടുള്ള സ്കീം എന്താണെന്ന് അന്തർദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഏജൻസിയാണവർ. ആ ഏജൻസി നടത്തുന്ന ഒരു സർവേയിൽ നമ്മൾക്ക് മികച്ച പെർഫോമൻസ് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താ? കേരളം പൈസ കൊടുത്ത് എഴുതിപ്പിച്ചു എന്നാണോ അതിൻ്റെ അർത്ഥം?
That's a survey independently done by an agency. അങ്ങനെയും സംശയിക്കാം. കാരണം ഒരു ഏജൻസി അല്ലല്ല, ആ സംശയത്തിന് മരുന്നില്ല. ആ സംശയത്തിന് മരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. വർഷാവർഷം ഞങ്ങൾ ഇതാ നിങ്ങൾ എല്ലാം കൂടി എല്ലാ വിഷയങ്ങളും ഒരുപോലെ എടുക്കല്ലേ, എല്ലാ വിഷയങ്ങളും ഒരുപോലെ എടുക്കല്ലേ. സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് എന്താണ്? ഇവിടെ ഉള്ള യുവാക്കളെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന വലിയൊരു പദ്ധതിയായിട്ടാണ് വിഭാവനം ചെയ്ത് സർക്കാരിനെ സംബന്ധിച്ച് അതിന്റെ കണക്കുകൾ സർക്കാരിന്റെ കയ്യിൽ തന്നെയുണ്ട്. എത്രത്തോളം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി എന്നുള്ള സർക്കാരിന് തന്നെ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഒരു പുറത്തൊരു ഏജൻസി അത് ഏൽപ്പിക്കുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു അന്താരാഷ്ട്ര ഏജൻസിക്കെതിരെ ഒരു പക്ഷത്ത് ലോകത്ത് ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു ആൾ പറയുന്നത് സ്റ്റാർട്ടപ്പ് ജീനോം പ്രോജക്ടിന്റെ സർവേ ഒരാൾക്ക് പണം കൊടുത്ത് സ്വാധീനിക്കാൻ പറ്റുന്നതാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്താ മറുപടി? മോശമായി ഒരു ഏജൻസി, പൈസ കൊടുക്കുന്ന ഒരു ഏജൻസി മോശമായ ഒരു റിപ്പോർട്ട് നൽകുമെന്ന് താങ്കൾ അങ്ങനെയാണോ? ആ റിപ്പോർട്ട് മോശമായി പറയുമോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞൊരു റിപ്പോർട്ട് കാണിക്കാം. കർണാടക ക്ലൈന്റ് അല്ലേ? അല്ല, എന്താ മോശമായി പറഞ്ഞ റിപ്പോർട്ടുണ്ടോ? കർണാടകയാണോ കേരളമാണോ മുന്നിൽ? അല്ലേ, ഈ ഇത്ര ശതമാനം നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊടുക്കുന്നത് അവിടെ എത്ര ശതമാനം കൊടുത്ത് താങ്കൾക്ക് അറിയാമോ? എന്നാ കണക്ക് താങ്കൾ പറയും. കർണാടക കൊടുത്ത പ്രോജക്റ്റിൽ ഇന്നോവേഷന്റെ ഫ്രണ്ട്ലി ആണെന്നുള്ള കണക്ക് കൊടുത്തിരിക്കുന്ന സ്റ്റാർട്ടപ്പ് ജീനോം പ്രോജക്റ്റിൽ ഞാനിതിന് കർണാടകത്തിൽ താങ്കൾ പറയുന്നത് കേരളത്തിന് ഒരു റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടും. കേരളത്തിന്റെ പ്രതികൂലമായ കാര്യങ്ങൾ പറയുമോ ആ റിപ്പോർട്ടിൽ എന്നുള്ളത്? നോക്കൂ, കേരളത്തെ പുകഴ്ത്താനല്ല, കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് ഇന്നോവേഷൻ സിസ്റ്റത്തിലെ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് പ്രൊജക്ടുകളുടെ യുണീക് ഫീച്ചേഴ്സ് ലോക ശ്രദ്ധയിൽ കൊണ്ടുവരുത്തുക എന്നതാണ് ആ കമ്പനിയുടെ ജോലി. അവർ നടത്തുന്ന ഒരു സർവേയിൽ നമ്മൾ പൈസ കൊടുത്ത് സ്വാധീനം നടത്തുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ പോലെയുള്ള ഏതെങ്കിലും തട്ടിപ്പ് പ്രസ്ഥാനങ്ങളല്ല. അത് അന്തർദേശീയ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏജൻസികൾക്ക് ഏതെങ്കിലും ഒരാൾ സ്മൃതി തന്നെ പറഞ്ഞ കണക്കനുസരിച്ച് 4,000 കോടി രൂപ അല്ല 4,000 എത്ര ഡോളറാണ് കൊടുത്തത്? $4,000 $4,000 ആണോ? $4,000 ഒരു വർഷം കൊടുക്കുന്നതാണോ ഇത്രയും കണക്ക് പറയുന്നത്? പൈസ കൊടുത്ത് ഒരു ഇന്റർനാഷണൽ ഏജൻസി കേരളത്തിന് അനുകൂലമായിട്ട് സർവേ റിപ്പോർട്ട് തിരുത്തി എഴുതും എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സർവേ റിപ്പോർട്ട് തിരുത്തി എഴുതുന്നല്ലേ ഞാൻ പറഞ്ഞത്. മോശമായ ഒരു റിപ്പോർട്ട് കൊടുക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മോശമായ റിപ്പോർട്ട് വലിയ കണക്ക് പറയുന്നു. അതൊരു PR പരിപാടിക്ക് വേണ്ടി കൊടുത്ത പണമാണ്. PR പരിപാടിക്ക് കൊടുത്ത പണമാണ്. രണ്ടാമത്തെ കാര്യം, താങ്കൾ ഈ സർക്കാർ ഏൽപ്പിച്ച സമിതി നൽകിയ റിപ്പോർട്ടിനെ കുറിച്ചൊന്നും പറയാം. അതിലേക്ക് വരാൻ പോകുന്നത് അനുമ പെൻഷന്റെ കാര്യമുണ്ട്, അതിന്റെ കണക്ക് പറയാനുള്ളൂ. അപ്പോൾ സ്റ്റാർട്ടപ്പ് ജീനോം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ആ വാദം നിലനിൽക്കില്ല. നമ്പർ 2, ഇനി സ്റ്റാർട്ടപ്പ് ജീനോം പ്രോജക്റ്റ് അല്ല, ഇന്ത്യയിലെ ഈ വാണിജ്യ മന്ത്രാലയം, വ്യവസായ വാണിജ്യ മന്ത്രാലയം കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടുണ്ടല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേരളത്തിലെ വ്യവസായ സൗഹൃദമായ സ്റ്റേറ്റിൽ മുൻപന്തിയിലാണ് കേരളം എന്ന് കൊടുത്തിരിക്കുന്നത്. സർവേ റിപ്പോർട്ട് കേരളം തിരുത്തി എഴുതിപ്പിച്ചതാണോ? വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് കേരളം എന്നുള്ളതിന്റെ 4-5 ഇൻഡെക്സുകളിൽ കേരളം മുൻപിലാണ്. അത് മാത്രം ഇട്ടാൽ മതിയല്ലോ. എന്നാൽ പിന്നെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഏജൻസിക്ക് പണം കൊടുത്ത കാരണം ആ സർവേ റിപ്പോർട്ടിൽ ഒരു അന്താരാഷ്ട്ര ഏജൻസി നമ്മളെ കണക്കാക്കിയിരിക്കുന്നത് മികച്ച റേറ്റിംഗിലാണെന്ന് പറയാനുള്ള എല്ലാ അവകാശവുമുണ്ട്. അന്താരാഷ്ട്ര ഏജൻസി കേരളത്തെ കുറിച്ച് അറിഞ്ഞ് ഇങ്ങോട്ട് വന്ന് അങ്ങനെയല്ലല്ലോ ഒരു ഏജൻസി പ്രവർത്തിക്കുന്നത്. ഒരു നിമിഷം, അങ്ങനെയല്ലല്ലോ ഒരു ഏജൻസി പ്രവർത്തിക്കുന്നത്. ആ ഏജൻസിയുടെ ക്ലൈന്റ് ആയിട്ടിരിക്കുന്നവർ ആ ഏജൻസി നടത്തുന്ന സർവേയിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നു. നിയമസഭയിൽ പറഞ്ഞ കാര്യമല്ലേ? അത് നിയമസഭയിൽ പറഞ്ഞ കാര്യമല്ലേ? സഭയിൽ പറഞ്ഞ കാര്യം നമ്മൾ കണ്ടുപിടിക്കുന്നില്ല. സഭയിൽ പറഞ്ഞ കാര്യം സഭയിലുള്ള കാര്യമാണ്. അല്ല, അതങ്ങനെ ഒളിപ്പിച്ചു വെച്ച കാര്യമാണ്. വിസിബിൾ ആയ ഒരു കാര്യം. പല കാര്യങ്ങളുണ്ട്. ഞാൻ അല്ലല്ല, ഞാൻ വരാം. ഇത് നോക്കൂ, ഇതെല്ലാം ഇട്ടേക്കൂ. നമുക്ക് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തെ വിടാം, സ്റ്റാർട്ടപ്പ് ജീനോം പ്രോജക്റ്റിനെ വിടാം. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പ് സിസ്റ്റം മികച്ചതാണ് എന്ന അഭിപ്രായം സ്മൃതിക്കില്ലേ? എനിക്കറിയില്ല അത്ര വലിയ മികച്ചതാണോ. അതുകൊണ്ട് ഞാൻ പറയാം. കണക്കുകൾ എന്ന് പറയുമ്പോൾ ഈ പെട്ടിക്കട മുതലുള്ള കണക്കുകളെല്ലാം വലിയ കണക്ക് നമ്മുടെ തന്നതാ മുഴുവൻ. ആ സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ടും ഡിസ്കസ് ചെയ്തതാണ്.
എന്താണ് സ്മൃതി, നമ്മൾ തർക്കിക്കാൻ വേണ്ടിയാണെങ്കിൽ തർക്കിക്കാം. വസ്തുതയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പറയൂ, 300 സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് 2021 ആകുമ്പോഴേക്കും അത് 3,900 വർദ്ധിക്കുന്നു. ആ 3,900 നിന്ന് 6,400 വർദ്ധിക്കുന്നു. ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സ്റ്റാർട്ടപ്പ് എങ്ങനെയാണ് നമ്മളുടെ ഒരു മിനിറ്റ് കൊണ്ട്, നേരത്തെ ശശി തരൂരിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദിവസങ്ങൾ എടുക്കുമായിരുന്ന നമ്മളുടെ വിൻഡോ സിസ്റ്റത്തിൽ നിന്ന് മിനിറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യവസായം തുടങ്ങാൻ പറ്റുന്ന സൗഹൃദ നിലയിലേക്ക് കേരളം മാറി എന്നുള്ളത് കേന്ദ്ര മന്ത്രാലയത്തിൽ നിന്ന് കിട്ടിയ അംഗീകാരമാണ്. ആ അംഗീകാരം നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് ഏതെങ്കിലും കണക്കിനെ വിശ്വസിച്ചല്ലേ പറ്റൂ. കേന്ദ്ര സർക്കാർ തരുന്ന അംഗീകാരം വിശ്വസിക്കില്ല, അന്താരാഷ്ട്ര ഏജൻസി ഞാൻ കേന്ദ്ര ഏജൻസിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. താങ്കൾ പറയുന്ന കാര്യങ്ങൾ ഇടയിൽ കൂടി വേറെ കാര്യങ്ങൾ കൂടി കേരളത്തിലെ വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള സ്റ്റാർട്ടപ്പ് ഇന്നോവേറ്റീവ് സിസ്റ്റം വ്യാവസായികമായി പിന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞില്ല. അത് മികച്ചതാണോ അല്ലയോ? അല്ല, എനിക്ക് അങ്ങനെ പൊതുവെ അഭിപ്രായമില്ല. അതാണ് അല്ല, അത് പറയൂ. പക്ഷേ എനിക്കൊരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ നമ്മൾ അഭിപ്രായം രൂപീകരിക്കുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കേന്ദ്ര സർക്കാർ നൽകുന്ന റിപ്പോർട്ട്, അതല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്ന റിപ്പോർട്ട്, അതല്ലെങ്കിൽ അന്തർദേശീയ സമിതി നൽകുന്ന റിപ്പോർട്ട്. ഇതിൽ ഏതെങ്കിലും മോശമാണെന്ന് പറഞ്ഞ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ കയ്യിലില്ല. ഉള്ള റിപ്പോർട്ട് എന്താ? 4 ഇൻഡെക്സുകളിൽ കേരളം മുന്നിലാണ് എന്ന കേന്ദ്ര സർക്കാരിൻ്റെ റിപ്പോർട്ട്, സ്റ്റാർട്ടപ്പ് ജീനോം പ്രോജക്റ്റ് നൽകുന്ന റിപ്പോർട്ട്, കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന റിപ്പോർട്ട്. അപ്പോൾ ഈ 3 റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനായി എനിക്ക് കണ്ടെത്താൻ പറ്റുന്ന നിഗമനം, എത്തിച്ചേരാൻ പറ്റുന്ന നിഗമനം മികച്ച നിലയിലാണ് സ്റ്റാർട്ടപ്പ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. അതാണ് ഞാൻ സ്മൃതിയോട് ചോദിക്കുന്നത്. സ്മൃതിയുടെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജിനോമുമായി ബന്ധപ്പെട്ടേ പറഞ്ഞിട്ടുള്ളൂ. മറ്റേ എനിക്ക് കേന്ദ്ര ഏജൻസി നൽകിയ പൂർണ്ണമായ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് എനിക്ക് അറിയില്ല. അത്രയും വലിയ സർട്ടിഫിക്കറ്റ് എനിക്കറിയില്ല. ഞാൻ കണ്ടത് ഇതാണ് കണ്ടത്. അതാണ് ആ വിഷയത്തിലുള്ള വാദം. അതൊന്ന് കണക്കിന്റെ കാര്യത്തിൽ. ഇനി 2, പെൻഷന്റെ കാര്യത്തിൽ പറഞ്ഞല്ലോ. പെൻഷന്റെ കാര്യത്തിൽ സ്വരാജ് തോമസ് ഐസക്കിന് കൊടുത്തൊരു മറുപടിയുണ്ട്. ഡേറ്റ് ഞാൻ പറയാം. തോമസ് ഐസക്കിന് കൊടുത്ത ചോദ്യം ഇതായിരുന്നു: ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയായിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിനുള്ള മറുപടി നൽകുന്നുണ്ട്. ഡേറ്റ് ഞാൻ കൃത്യമായി തന്നെ പറയാം. ഡേറ്റ് 26/4/2017 ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ചോദ്യത്തിന് തോമസ് ഐസക്ക് നൽകുന്ന മറുപടി, നിയമസഭയിലെ സ്വരാജിൻ്റെ ചോദ്യത്തിന് നൽകുന്ന മറുപടി: 1, വാർദ്ധക്യകാല പെൻഷൻ സെപ്റ്റംബർ 2014 മുതൽ 8 മാസം, വികലാംഗ പെൻഷൻ സെപ്റ്റംബർ 2014 മുതൽ 8 മാസം, വിധവാ പെൻഷൻ സെപ്റ്റംബർ 2014 മുതൽ 8 മാസം, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ അവിവാഹിതരുടെ പെൻഷൻ സെപ്റ്റംബർ 2014 മുതൽ 8 മാസം, കർഷക തൊഴിലാളി പെൻഷൻ ജൂലൈ 2014 മുതൽ 8 മാസം എന്ന് പറയുന്നു. എന്നിട്ട് ഈ സർക്കാർ എത്ര മാസത്തെ ക്ഷേമ പെൻഷനുകൾ വിതരണം നടത്തി എന്നറിയാമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം: 2014 നവംബർ മുതലുള്ള കുടിശ്ശികയും 2016 ജൂൺ മുതൽ 2017 വരെ 10 മാസത്തെ പെൻഷനും ഈ സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട്. മൊത്തം കണക്കുകൾ എടുത്തു നോക്കിയാൽ 2014 2 മാസം, 2015 12 മാസം, 2016 4 മാസം, അങ്ങനെ തിരഞ്ഞെടുപ്പ് വരെ 18 മാസം എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞ കണക്ക്. അത് ഏതെങ്കിലും ഒരു പെൻഷൻ വിഭാഗത്തിൽ പെടുന്നതല്ല, വ്യത്യസ്ത പെൻഷൻ വിഭാഗത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ഓരോ കാറ്റഗറിയും എടുത്ത് വായിച്ചത്. ഇത് പൊതുസമൂഹത്തിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, DTBT പ്രകാരം ഡയറക്റ്റ് ട്രാൻസ്ഫർ പ്രകാരമായിട്ട് പെൻഷൻ എത്തേണ്ട അവസ്ഥയിൽ സോഫ്റ്റ്വെയറിൻ്റെ പിഴവ് മൂലം അവസാനത്തെ 8 മാസത്തെയോ 9 മാസത്തെയോ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് സർക്കാർ തന്നെ, UDF സർക്കാർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. മുനീറിൻ്റെ നേരത്തെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിന് മറുപടിയായി. അപ്പോൾ ഈ കണക്കുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണത്തിൻ്റെ കാര്യത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങളിൽ അന്ന് ഏകീകൃത ക്ഷേമ പെൻഷൻ ഇല്ല. അതാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 18 മാസത്തെ കുടിശ്ശിക എന്ന് പറഞ്ഞത്. വ്യത്യസ്ത വിഭാഗങ്ങളിൽ അത് 9 മുതൽ 11 മാസം വരെ പല ക്ഷേമ പെൻഷനുകളും മുടങ്ങിയിട്ടുണ്ട്. അതാണ് പല ആളുകൾക്കും 2016 ഓഗസ്റ്റ് മാസത്തിൽ 9,000 രൂപ വരെ പെൻഷൻ കിട്ടുന്ന സാഹചര്യം ഉണ്ടായത്. 9,000 രൂപ കിട്ടണമെങ്കിൽ മാസം 600 രൂപ എന്ന കണക്കിൽ നോക്കിയാൽ പോലും 18 മാസം വേണ്ടി വരും ചില സാഹചര്യങ്ങളിൽ. അതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതാണ് നിയമസഭയിൽ കൊടുത്ത സ്വരാജ് ചോദിച്ച ചോദ്യത്തിന് തോമസ് ഐസക്കിൻ്റെ മറുപടി. ഇനി അതാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള എൻ്റെ മറുപടി. ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ കണക്കുകൾ പ്രകാരം ഏതൊക്കെ തരത്തിലുള്ള വികസനം നമ്മൾ സാധ്യമാക്കിയിട്ടുണ്ട്? ഒരു ചോദ്യം പോലും മറുപടി ഇന്ന് പ്രതിപക്ഷം അതിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടില്ല, പ്രതിരോധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പകരം പറയുന്നത് വിഴിഞ്ഞത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, വിഴിഞ്ഞത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ 8 മമ്മൂഞ്ഞാണെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് വിഴിഞ്ഞം ഒരു 8 മമ്മൂഞ്ഞാണെന്ന് പറയാൻ കഴിയുക? അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പ്രോജക്റ്റാണ് എന്നാണല്ലോ UDF പറഞ്ഞുകൊണ്ടിരുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടാക്കിയ ഒരു പദ്ധതി, ആ പദ്ധതിയെ കുറച്ചുകൂടി കുറ്റമറ്റതാക്കി മാറ്റിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ കാലപരിധി കുറച്ചു, അതിൻ്റെ ലാഭവിഹിതം കിട്ടുന്ന കാലയളവ് കുറച്ചു, അതിൻ്റെ മേലുള്ള ടേംസ് ഓഫ് റെഫറൻസ് പുതുക്കി നിശ്ചയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മാറ്റങ്ങളോടുകൂടി ആ പ്രോജക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ പ്രോജക്റ്റ് കേന്ദ്ര സർക്കാർ നൽകേണ്ട 817 കോടി രൂപ BGF പോലും നൽകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണമായിട്ടും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തി
ആക്ഷേപിക്കുന്ന സാഹചര്യത്തിൽ അതിനെ ആ രീതിയിൽ ആക്ഷേപിച്ചത് ശരിയായില്ല. പിന്നെ ദേശീയപാതയുടെ കാര്യത്തിൽ നമ്മൾ പല ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ആർക്കും കേരള സംസ്ഥാന സർക്കാരിനെ ഈ വിള്ളൽ വീണതിന്റെ പേരിൽ ഇന്ന് പ്രതിപക്ഷം പോലും കുറ്റപ്പെടുത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. റീൽസിന്റെ കാര്യമാണ് പറയുന്നത്. ഏതാണ് നാരായണ റിപ്പോർട്ട്? ഏത് വർഷത്തെ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ? കഴിഞ്ഞ വർഷം 2024. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ? നമ്പർ 1, കടം തിരിച്ചടയ്ക്കാൻ പോലും പറ്റാത്ത തനത് നികുതി വരുമാനത്തിന്റെ വർധനവിന്റെ കാര്യമല്ലേ പറഞ്ഞിരിക്കുന്നത്? കഴിഞ്ഞ ബഡ്ജറ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. കഴിഞ്ഞ ബഡ്ജറ്റിൽ തനത് നികുതി വരുമാനത്തിന്റെ വർധനവ് എത്രയാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോക്കൂ, എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി കണ്ടെത്തിയതിനു ശേഷമാണല്ലോ ബഡ്ജറ്റ് വന്നത്. ആ ബഡ്ജറ്റിൽ തനത് നികുതി വരുമാനത്തിലെ വർധനവിന്റെ കണക്ക് നമ്മൾ വിശ്വസിക്കുന്നത് ബഡ്ജറ്റാണല്ലോ സ്വാഭാവികമായും. അല്ല, അങ്ങനെയല്ല. അല്ല, ഞാൻ പറയുന്നത് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ സർക്കാർ വിഭാവനം ചെയ്യുന്ന കാര്യങ്ങളാണോ ബഡ്ജറ്റിൽ? അല്ല, സർക്കാരിന്റെ കണ്ടെത്തിയ കാര്യങ്ങൾ. ഞാൻ ഈ ആക്ച്വൽസ് പറയുന്നത് വർധനവിനെ കുറിച്ചുള്ള കണക്കാണ്. തനത് നികുതി വരുമാനം സമിതിയുടെ കണക്കിനെ താങ്കൾ ഞാൻ തള്ളുന്നതിന്റെ കാരണം എന്താ? തള്ളുന്നതിന്റെ കാരണം 2024-ലെ 25-ലെ ബഡ്ജറ്റിലെ കണക്ക് പ്രകാരം 2021 മുതൽ 25 വരെയുള്ള കണക്കിലെ തനത് നികുതി വരുമാനത്തിന്റെ വർധനവ് 71.66%. ബഡ്ജറ്റിലെ കണക്കാണ് കേട്ടോ. ഇനി ആകെ റവന്യൂ നികുതിയുടെ വരുമാനം തനത് നികുതി വരുമാനത്തിൽ 68.69% നിന്ന് 72% വർദ്ധിച്ചിട്ടുണ്ട്. ഈ കണക്കാണ് നമ്മുടെ മുന്നിലുള്ളത്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുന്നത്? നമ്മൾ തിരിച്ചടയ്ക്കുന്നതിനൊരു കണക്കില്ലേ? 3.5% മൊത്തം GDP നമുക്ക് വായ്പ എടുക്കാം. ആ വായ്പയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ് കേരളം വായ്പ എടുക്കുന്നത്. കേരളമാണോ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വായ്പ എടുക്കുന്ന സംസ്ഥാനം? ആണോ? അല്ല. കേന്ദ്രത്തിൻ്റെ വായ്പ എത്രയുണ്ട്? ആ വായ്പ പരിധിക്കുള്ളിൽ നിൽച്ചുകൊണ്ടല്ലേ? FRBM ആക്ട് അല്ലേ നമ്മുടെ നാട്ടിലുള്ളത്? ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരമല്ലേ നമുക്ക് കടമെടുക്കാൻ പറ്റൂ? അതുപ്രകാരം 3.5% കൂടാൻ കഴിയുമോ? നിങ്ങൾ ഗവൺമെന്റ് കണക്ക് പറയുന്നു. സർക്കാർ കണക്കാണ് താങ്കൾ പറയുന്നത്. ഒരു മിനിറ്റ്, സർക്കാർ തന്നെ നിയോഗിച്ച സമിതി കണ്ടെത്തിയ കാര്യങ്ങളെ താങ്കൾ പൂർണ്ണമായും പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി പ്രകാരം സർക്കാരിന് കൊടുക്കുന്നത് ചില നിർദ്ദേശങ്ങളാണ്. നിങ്ങൾ എല്ലാ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയും കൊടുക്കുന്നത് നിങ്ങൾ ചെലവുകൾ നിയന്ത്രിക്കണം, നിയമനം കുറയ്ക്കണം. അഭിപ്രായമുണ്ടോ സ്മൃതിക്ക്? സർക്കാർ എല്ലാ പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയും പറയുന്നത് ശമ്പള വർധന ആ രീതിയിൽ നടപ്പാക്കാൻ പാടില്ല. എല്ലാ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയും പറയുന്നത് അംഗീകരിക്കാൻ പറ്റൂ. നിയമനം നടത്തണം. മിസ്മാനേജ്മെന്റിനെ കുറിച്ച് ഞാൻ പറയും. മിസ്മാനേജ് ഉണ്ടെങ്കിൽ തനത് നികുതി വരുമാനം വർദ്ധിക്കുന്നത് എങ്ങനെയാണ്? നികുതി പിരിച്ചെടുക്കുന്നത് ഉണ്ടാവില്ല. കാരണം എന്താ? അവർ ക്രിട്ടിക്കലായിട്ട് അതിനെ സമീപിക്കുന്നത് വ്യത്യസ്ത താല്പര്യത്തോടു കൂടിയാണ്. ബഡ്ജറ്റ് വരുന്നത് എങ്ങനെയാ? ആക്ച്വൽ സിറ്റുവേഷൻസ് ആണ്. പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ഡീറ്റെയിൽസ് കിട്ടിയിട്ടാണോ അവരെ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുന്നത്? മനസ്സിലായില്ല. പിന്നെ എന്തിനാണ് സർക്കാർ അങ്ങനെ ഒരു കമ്മിറ്റി ഏൽപ്പിക്കുന്നത്? തീർച്ചയായിട്ടും സർക്കാരിന്റെ ഗവേണൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന് എവിടെയാണ് നിയന്ത്രണം വരുത്തേണ്ടത് റിപ്പോർട്ട് മാത്രമേ താങ്കൾ അംഗീകരിക്കുള്ളൂ. ബഡ്ജറ്റല്ലേ അംഗീകരിക്കുക? ബഡ്ജറ്റിലെ കണക്കല്ലേ വേണ്ടത് സ്മൃതി? നമ്മൾ പരിശോധിക്കുന്നത് ആത്യന്തികമായി നമ്മുടെ മുന്നിൽ പ്രതിപക്ഷത്തിന് മുന്നിൽ കിട്ടുന്നത് ഈ കണക്കല്ലേ? കണ്ടെത്തലാണ് ഈ പറയുന്നത്. നോക്കൂ, ബഡ്ജറ്റിലെ കണക്കാണോ നിങ്ങൾ വിശ്വസിക്കുക? നിങ്ങളൊരു കമ്മിറ്റി കൊടുത്ത കണക്കാണോ വിശ്വസിക്കുക? എന്താണ് ഈ പറയുന്നത്? ബഡ്ജറ്റിൽ എത്ര പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിനെ എത്ര നമ്മൾ വിമർശിച്ചു? ബഡ്ജറ്റിനെ വിമർശിക്കുന്നത് ഏതെങ്കിലും തെറ്റായ കണക്ക് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണോ ബഡ്ജറ്റിനെ വിമർശിച്ചത്? പോളിസിയുടെ അടിസ്ഥാനത്തിലല്ലേ? തെറ്റായ കണക്കുണ്ടെങ്കിൽ ഈ പ്രതിപക്ഷം ഇങ്ങനെയാണോ അതിനെ വിമർശിക്കുക? നമ്മൾക്ക് ആർക്കെങ്കിലും സർക്കാർ കൊടുത്തിരിക്കുന്ന തനത് നികുതി വരുമാനത്തിലെ കണക്കുകളെ വിശ്വസിക്കുന്നു. ബഡ്ജറ്റിലെ കണക്കല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്? താങ്കൾ വിശ്വസിച്ചോളൂ. എന്നെ സംബന്ധിച്ച് സർക്കാർ നിയോഗിച്ച സമിതിയുടെ കണക്കുകളാണ് എന്റെ. ഞാൻ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിനെ കുറിച്ചുള്ള പത്രസമ്മേളനം കാണായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ 2016 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാനത്തെ ക്യാബിനറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ അവസാനത്തെ ക്യാബിനറ്റിൽ നമ്മുടെ VD സതീശൻ പിന്നെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്താണെന്നറിയോ? കടുംപെട്ടി ക്യാബിനറ്റ് എന്നാണ് പറഞ്ഞത്. കടുംപെട്ടി ക്യാബിനറ്റ് അത് പറഞ്ഞ ആള് ഇന്നത്തെ പ്രതിപക്ഷ നേതാവാണ്. അഴിമതിയുടെ നിഴലിലാണ് ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞത് VD സതീശൻ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ. അപ്പം ഞാനതിനെ വലിയ സംഭവമായിട്ടൊന്നും കാണുന്നില്ല. കാരണം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഈ എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കുകയാണെന്നാണല്ലോ പറഞ്ഞത്. ഏത് കാര്യത്തിലാണ് എട്ടുകാലി മമ്മൂഞ്ഞ്? ഒന്ന്, നാഷണൽ ഹൈവേൻ്റെ കാര്യത്തിനകത്ത്. നാഷണൽ ഹൈവേൻ്റെ കാര്യത്തിനകത്ത് ഈ UDF സർക്കാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും? ഞാൻ പറഞ്ഞത് മറ്റുള്ളതിന് തർക്കമില്ലെങ്കിൽ ഇട്ടു. ഈ നാഷണൽ ഹൈവേൻ്റെ കാര്യത്തിൽ എന്താ ചെയ്തേ? തർക്കല് പോലും ഇട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം വിഴിഞ്ഞം പ്രൊജക്റ്റ് നടപ്പിലാക്കിയതാരാ? അവസാനം 2016 അവസാനമാണ് കൊണ്ടുപോയിട്ട് എന്തിടുന്നത്? തർക്കല്ലിടുന്നത്. അത് കഴിഞ്ഞ് 4-ാമത്തെ മാസം ഇലക്ഷനിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആ സംവിധാനത്തിൽ ചെയ്തോ? ആ സംവിധാനം പൂർത്തീകരിച്ചില്ലേ ഈ സമയം വരെ? ഇന്ന് ഉമ്മൻചാണ്ടി പിണറായി രണ്ടാം വിമോചന സമരം എന്ന് പറഞ്ഞു സമരത്തെ. അതായത് ആ സമയത്ത് അത് മാത്രമാണോ? എത്ര മന്ത്രിമാരെ അഴിമതിയിൽ പോയേ? ബാർക്കോഴ കേസ് എവിടുന്ന് വന്നതാ?
ഈ പറഞ്ഞ PWD മിനിസ്റ്റർ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ റിയാസ് മിനിസ്റ്റർക്കെതിരെ വലിയ രീതിയിൽ വർത്തമാനം പറയുന്ന PWD മന്ത്രി ഉണ്ടല്ലോ, അന്ന് അറസ്റ്റിലായി. അതെ, UDF സർക്കാരിൻ്റെ കാലത്ത് അറസ്റ്റിലായി എന്ന് പറയാം. അപ്പം നമ്മുടെ ആ സമയത്ത് വെറും 5 വർഷം കൊണ്ടാട്ടോ, 2011 തുടങ്ങി 2016 വരെ ഓരോ വർഷം ഓരോ അഴിമതിയായിരുന്നു, ഓരോ അഴിമതി. അത് അഴിമതി എന്ന് അവസാനിക്കുന്നത് എവിടെയാണ്? ഒന്നിലും മന്ത്രിയുടെ രാജിവെപ്പിലാണ് പോയി അവസാനിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ധനമന്ത്രി രാജിവെച്ചു 2011-16 കാലയളവിൽ. എന്താ? സീസറിനേക്കാൾ പിന്നെ സീസറിന്റെ ഭാര്യയായിരിക്കണം എന്ന് പറഞ്ഞ കാര്യത്തിൻ്റെ അകത്ത് ധനമന്ത്രി രാജിവെച്ചില്ലേ? എത്ര അഴിമതികൾ ആ സമയത്ത് വന്നേ. ഇതുപോലെ ഒരു അഴിമതി 9 വർഷത്തിനിടയ്ക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തൊക്കെയാണ് ഈ പറഞ്ഞ നാഷണൽ ഹൈവേൻ്റെ കാര്യമായിക്കോട്ടെ. ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, ഇപ്പോൾ എന്തുകൊണ്ട് ഈ നാഷണൽ ഹൈവേൻ്റെ കാര്യത്തിൽ നിന്ന് UDF സർക്കാർ പിന്നോട്ട് പോകുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നത്, ഇനിയും കിടക്കുകയാണ് 1 വർഷം. ഈ മഴക്കാലം കഴിഞ്ഞാൽ ഇത് പൂർത്തീകരിക്കാൻ 6-7 മാസം മതിയാവും. അത് മാറിക്കഴിഞ്ഞാൽ ഈ ഹൈവേ കൂടെ തന്നെ വണ്ടി ഓടും. അത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെ പറഞ്ഞ് ഇത് ആരുടെ പ്രോപ്പർട്ടി ആക്കി മാറ്റും? കേരള സർക്കാരിൻ്റെ പ്രോപ്പർട്ടി ആക്കി മാറ്റും എന്നുള്ള ഒരു ധാരണ ഇപ്പോൾ UDF വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ മെല്ലെ പിന്നോട്ട് പോവുക. കാരണം ഇപ്പോൾ ഇടിഞ്ഞ സാധനം ആ വർഷം നന്നാക്കി കഴിഞ്ഞാൽ അത് ആരുടെ പ്രൊജക്റ്റായി? കേരള സർക്കാരിൻ്റെ പ്രൊജക്റ്റായി. അതിലേക്ക് പോകേണ്ടി വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പം ഞാൻ പറയുന്നത്, വിഴിഞ്ഞം പ്രൊജക്റ്റ് നടപ്പിലാക്കിയോ? പിന്നെന്താണ് മെട്രോ? ഞാൻ ഒരു മെട്രോ നടപ്പിലാക്കി ഇല്ലയെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഈ മെട്രോ നടപ്പിലാക്കിയിട്ടും ഈ വിഴിഞ്ഞം പ്രൊജക്റ്റ് നടപ്പിലാക്കിയിട്ടും ഈ ഹൈവേ പ്രൊജക്റ്റ് നടപ്പിലാക്കിയിട്ടും ഒന്നും എന്തേ 2016 72 സീറ്റിലായിരുന്നു 2011 ഉമ്മൻചാണ്ടി സർക്കാർ വന്നേ. ഒരു സീറ്റ് കൂടുതൽ മേടിച്ച് ജയിക്കാൻ പറ്റാതെ പോയി 26 തുടർഭരണം കൊണ്ടുവരാൻ പറ്റാത്തത്. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി 2016 തുടങ്ങി 11 തുടങ്ങി 16 വരെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളത്. ഞാൻ വേറൊരു കാര്യം പറയും, ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ വെല്ലുവായി വർത്തമാനം പറയുന്നുണ്ടല്ലോ. 600 രൂപ പല സ്റ്റേജിലായി പലതായിട്ട് ഇട്ടേക്കായിരുന്നു. ഇതിപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല, കാര്യമായിട്ടൊന്നും കൊടുത്തില്ല. 8 മാസത്തെ പരുൺ സാർ തന്നെ വായിച്ചല്ലോ, 8 മാസത്തെ കുടിശ്ശിക വിവിധ ഭാഗങ്ങളായി അതിനെ ഏകീകരിച്ച് 1600 രൂപയാക്കി മാറ്റിയത് ആരാ? പിണറായി സർക്കാരാണ്. അപ്പോൾ ഇതിലൊന്നും നമുക്ക്, കാരണം ആ പൈസ എന്തുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ ചെയ്തില്ല എന്ന് സ്മൃതി മാഡം ചോദിച്ചല്ലോ, എന്തുകൊണ്ട് സമരം നടത്തിയില്ല എന്ന് കാരണം അറിയോ? 600 രൂപ ഒരു വലിയ പൈസ, അത് ജനങ്ങൾ പോലും ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നെന്താണെന്നറിയോ? 1600 രൂപ ഒരു മാസം കയ്യിലേക്ക് കിട്ടുമ്പോൾ അത് കിട്ടാതാവുമ്പോൾ ജനങ്ങൾക്ക് ഒരു ഫീൽ ഉണ്ട്. ഈ മാസം ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്ന 3200. അല്ല, അന്നത്തെ കാലത്ത് 600 രൂപ ഒരു ചെറിയ പൈസയാണ് ജനങ്ങൾ കണ്ടത്. അത് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. ഒന്നും ചെയ്യാത്ത സർക്കാരിന് നക്കാപ്പിച്ച വേണ്ട എന്നുള്ള നിലയ്ക്കായി പോയായിരുന്നു ജനങ്ങൾ. അതുകൊണ്ടാണ് ഇപ്പം എന്തായി, 1600 എന്ന് പറയുന്ന ഒരു വലിയ പൈസയായി. അത് കിട്ടാതിരിക്കുമ്പോൾ ജനങ്ങൾക്ക് വിഷമമായി. 2 മാസത്തെ കിട്ടാതിരുന്ന 200 രൂപയായി. 3200 ഒന്നിച്ച് കിട്ടുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ഷേമ പെൻഷന് വേണ്ടിയിട്ട് ഇപ്പം ഇത്രയധികം പ്രശ്നമുണ്ട്. അന്നെന്താ ആശമാർ സമരം നടത്താതിരുന്നതെന്നറിയോ? ആശമാർക്ക് 1000 രൂപ എന്ന് പറയുന്നത് വലിയ പൈസയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ചെയ്താലും ചെയ്തില്ലെങ്കിൽ 1000 രൂപ കിട്ടുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം. ഇന്ന് സർക്കാർ 7000 കൊടുക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം എല്ലാം കൂടി കൂട്ടുമ്പോൾ 11,000 മേലെ രൂപ ഒരാൾക്ക് കിട്ടുന്നു. അവരെ സംബന്ധിച്ചത് കിട്ടിക്കൊണ്ടിരിക്കുന്ന മാസം കിട്ടാതിരുന്നാൽ വലിയ പ്രശ്നമായി മാറും. ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ലാന്നേ. അതുകൊണ്ടാണ് പിന്നെ എന്തുകൊണ്ടാണ് ഈ വ്യവസായ മേഖല എന്ന് പറയുന്നത്, വ്യവസായ മേഖലയിൽ വലിയ ഉത്തേജനം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത്? 300 എണ്ണേ ആകെ ഉണ്ടായിട്ടുള്ളൂ. 300 എണ്ണമാണ്. ഇന്ന് 6000 ആയി. 9 വർഷം കൊണ്ട് 6000 ആയി. അപ്പോൾ എന്താണ്, അത് കുറവായിട്ട് കാണാൻ തുടങ്ങി. കാരണം എന്തുകൊണ്ടാണ്? ആ വ്യവസായ മേഖല വലിയ രീതിയിൽ വളർന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ ചെയ്തതെന്ന് ഇപ്പം കുറ്റം പറയാനൊരു നാഷണൽ ഹൈവേ ഉണ്ടല്ലോ. ആ നാഷണൽ ഹൈവേ ഉണ്ടാക്കിയതാരാ? ഈ നാഷണൽ ഹൈവേ ഉണ്ടാക്കിയത് പിണറായി വിജയൻ സർക്കാരാണ്. അതുകൊണ്ടാണ് ഈ കുറ്റം പറയാൻ നാഷണൽ ഹൈവേ ഉണ്ട്. ഇപ്പോൾ ഉണ്ടാക്കിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. ഇന്ന് പിണറായി വിജയൻ പറഞ്ഞൊരു പ്രസംഗം ഞാൻ കേൾക്കുമായിരുന്നു. അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്. എന്താ അറിയോ? തുടർച്ചയുണ്ടായതുകൊണ്ടാണ് ഈ പദ്ധതി മുഴുവൻ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. 2011 തുടങ്ങി 2016 വരെ 2016 തുടങ്ങി 2025 വരെയുള്ള തുടർച്ചേൻ്റെ പുറത്താണ് ഈ നാഷണൽ ഹൈവേ ചെയ്യാൻ പറ്റിയത്, നടപ്പിലാക്കാൻ പറ്റിയത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടേ നമ്മളിതൊരു സംസാരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രോഗ്രസ് റിപ്പോർട്ട് നെഗറ്റീവാന്ന് വെക്കുക. എല്ലാം 300 സംതിങ് പേജുള്ള നെഗറ്റീവ് ഓരോ പേജ് എടുത്ത് വിശകലനം ചെയ്ത് മറുപടി പറയണ്ടായിരുന്നോ? ഇത് ഇങ്ങനെയാണ്, ഇതിൽ തെറ്റുണ്ട്, ഇത് തെറ്റുണ്ട്. പക്ഷേ ഇന്നെന്താ സംഭവിച്ചത്? കാടടച്ച് വെടിവെച്ചു. 8 കാലി മമ്മൂഞ്ഞ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് മനസ്സിലാവാനാ? 8 കാലി മമ്മൂഞ്ഞ് എന്ന് പറഞ്ഞാൽ ഇത് കാണാം. അത് എന്നിട്ട് എന്താണ് പറയുന്നത്? നാഷണൽ ഹൈവേനെ കുറിച്ചിട്ടും ഈ പറഞ്ഞ വിഴിഞ്ഞം കെ ഫോണിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇന്നത്തെ മനോരമയുടെ ഒരു വാർത്തയുണ്ട്. എന്താ അറിയോ? കെ ഫോണിന്റെ പൈസ അടയ്ക്കാതെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അപ്പം അതിനെന്താ മനോരമ തന്നെ പറയാണ് ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. 33,000 കണക്ഷൻ സ്കൂളിലും ഗവൺമെന്റ് ഓഫീസിലും പോയി. അതെ, അതുകൊണ്ട് അതിന് കെ ഫോണിന്റെ മന്ത്ലി വരിസംഖ്യ അടയ്ക്കാത്തത് കൊണ്ട് കെ ഫോൺ കട്ട് ചെയ്യുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് കൂടെ പറയും കെ ഫോൺ നടപ്പിലാക്കിയിട്ടില്ല എന്ന്, മറ്റേ സ്ഥലത്ത് കൂടെ പറയുകയാണ് ഇതിൻ്റെ വരിസംഖ്യ അടയ്ക്കുന്നില്ല എന്നുള്ളത്.
എന്നുള്ളത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരേ അഭിപ്രായമാണ്, ഒരേ സ്ഥലത്ത് രണ്ട് അഭിപ്രായം, ഉണ്ടെന്നും പറയും ഇല്ലയെന്നും പറയും. ഞാനിപ്പോൾ അരുൺ സാർ നിങ്ങൾ തർക്കിച്ചോണ്ടിരിക്കും, ഞാൻ ഇടയ്ക്ക് കയറായിരുന്നതാണ്. ഈ ക്രിസൽ എന്ന് പറഞ്ഞ ഏജൻസി ഉണ്ട്. ഈ ഏജൻസിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താ അറിയോ? അതെല്ലാ ബാങ്കുകളുടെയും റേറ്റിംഗ് നിശ്ചയിക്കുന്നത്. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ എന്താണ് A1+ ആണ് അവൻ്റെ റേറ്റിംഗ്. കാരണം എല്ലാ ബാങ്കുകളും അങ്ങോട്ട് പൈസ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് പറയും ഞാൻ കുറച്ച് കൂടുതൽ പൈസ തരാമെന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് കൂടുതൽ കൊടുക്കുമോ? പിന്നെ ഫെഡറൽ ബാങ്ക് കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞാൽ കൂടുതൽ കൊടുക്കുമോ? അങ്ങനെയല്ലല്ലോ. അതൊരു നാഷണൽ ഏജൻസിയാണ്, ഇൻ്റർനാഷണൽ ഏജൻസിയാണ്. ആ ഇൻ്റർനാഷണൽ ഏജൻസി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഏറ്റവും നല്ല ബാങ്കിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കും നല്ല രീതിയിൽ എന്നുള്ളത്. അത് ഏറ്റവും നല്ല ബാങ്കിനെയാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്, അതിനാണ് അവർക്ക് പൈസ കൊടുക്കണം. അപ്പോൾ ആ രീതിയിൽ ഈ പറഞ്ഞ സംവിധാനങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേരള സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ വെറുതെ ഞാൻ പറയുന്നത് ഈ പ്രതിപക്ഷം ഇപ്പോൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് പഠിച്ചിട്ട് അതിനെതിരെ വിമർശിക്കുന്നേ. ഇത് ഒരു കാര്യം പഠിക്കാതെ ഏത് കാടടച്ചങ്ങ് വെടിവെക്കുകയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ നാഷണൽ ഹൈവേയിൽ നിന്ന് പിന്നോട്ട് പോയി? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ കെ ഫോണിന് പിന്നോട്ട് പോയത്? ക്യാമറയെ കുറിച്ച് സ്പ്രിംഗ്ലർ. അത് മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൊട്ടിഘോഷിച്ച പ്രശ്നം എന്തായിരുന്നു? ബാർക്കോഴയായിരുന്നല്ലോ. അതിനേക്കാൾ വലിയൊരു കേസ് നിങ്ങൾക്ക് പാലക്കാട് കിട്ടിയില്ലേ? എന്നിട്ട് നിങ്ങൾ എന്താ അതിൽ നിന്ന് പിന്നോട്ട് പോയത്? അപ്പോൾ നിങ്ങൾ ഒരു സാധനം പിടിക്കുകയും ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾ തന്നെ പിന്നോട്ട് പോവുകയും അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് മറുപടി ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് മറുപടിയില്ല, വേറെ കാര്യം പറയുകയും ചെയ്ത അവസ്ഥയിലേക്കാണ്. അപ്പോൾ ഓരോ വാർത്തകളെ എടുത്തു വെച്ചിട്ട് ആ ദിവസത്തെ ഇപ്പോൾ ഇന്ന് വരുന്ന വാർത്തയ്ക്ക് ഒരു മറുപടി എന്നുള്ളതാണ് സർക്കാർ പ്രതിപക്ഷത്തിൻ്റെ ശൈലി. ഇന്ന് മനോരമ ഒരു വാർത്ത കൊടുത്തോ, അതിന് മറുപടി ഉണ്ടാവും. നാളെ വേറൊരു വാർത്ത വന്നോ, അതിന് മറുപടി ഉണ്ടാവും. പക്ഷേ ഇവരുടേതായി ഒരു സാധനമില്ല. ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നാൽ ആ മാധ്യമത്തിന് മറുപടി ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, ഈ സമയം വരെ ശക്തമായ ഒരു പിന്നെ എന്താണ് നമ്മുടെ ആരോഗ്യ വകുപ്പിനെ കുറിച്ചുള്ള അഴിമതി ആരോപണം ഇവർ പറഞ്ഞോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞോ? എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആരോഗ്യ വകുപ്പൊക്കെ നല്ല രീതിയിലാണ് നടക്കുന്നതെന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? എനിക്കങ്ങനെ അഭിപ്രായമില്ല. അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിലാണ് കേരളത്തിലെ പിന്നെ എന്താണ് വനം വകുപ്പ് നടക്കുന്നതെന്ന് എനിക്കൊരു അഭിപ്രായമില്ല. കാരണം ഇതിനു പോലും എതിരെ ഒരു ശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ കഴിയുന്നില്ല ഈ പാർട്ടിക്ക്. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ കഴിയുന്നില്ല. ഇന്ന് പിന്നെ ഇടുക്കി DCC പ്രസിഡൻ്റ് ഒരു പിന്നെ പ്രസംഗം ഞാൻ കേട്ടു. അതിൻ്റെ പ്രസംഗം കഴിക്കുന്നത് ഈ കുർബാനേൻ്റെ അവസാനം, ഇത് നമ്മുടെ ക്രിസ്ത്യാനി കുർബാനേൻ്റെ അവസാനം പറയും ഇനിയൊരു കുർബാന അർപ്പിക്കാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നുണ്ട്. അതുപോലെയാണ് DCC പ്രസിഡന്റ്. എന്നിട്ട് ആ വാക്ക് ഉച്ചരിച്ചുകൊണ്ട് DCC പ്രസിഡന്റ് പറയാണ് എന്നെ ഇപ്പോൾ DCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റും എന്നുള്ള ധ്വനിക്ക് ഇദ്ദേഹം പറയുകയാണ് ഇനിയൊരു കുർബാന എന്ത് പ്രസംഗം ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന്. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് ഉണ്ടല്ലോ, അദ്ദേഹം വന്നിട്ട് ഇതേ കുർബാനേൻ്റെ ഭാഗം എടുത്തിട്ട് പറയുകയാണ് ഇനിയൊരു കുർബാന അർപ്പിക്കാൻ വരുമോ ഇല്ലെങ്കിലും നിങ്ങൾ ഇനി ഇവിടെ ഉള്ളവരെല്ലാം MLA എന്ന് വിളിക്കണം. നിങ്ങളെ XMLA എന്നാണ് വിളിക്കുന്നത്. അപ്പം ഈ വിളിച്ചപ്പോൾ നമ്മുടെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെ പേര് മാറിപ്പോയി അദ്ദേഹത്തിന് പറഞ്ഞപ്പോൾ. അപ്പം മൊത്തത്തിൽ ഇടുക്കിയിൽ XMLA എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് KPCC പ്രസിഡന്റിനെ വേദിയിലേക്ക് ക്ഷണിച്ച സമയത്ത് സണ്ണി ജോസഫ് XMLA എന്ന് പറഞ്ഞു പോയി. അപ്പം KPCC പ്രസിഡന്റ് അതിന് മറുപടിയാണ് എന്ത് പറയുന്നത്, നിങ്ങൾ ഇനി എന്ത് ചെയ്യരുത്, അപ്പം ഇടുക്കിയിലെ നിങ്ങളുടെ അനുഭവം വെച്ചിട്ടാണ് നിങ്ങൾ XMLA എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യണം, MLA എന്ന് വിളിക്കണം. ഇതാണ് കോൺഗ്രസിനുള്ളിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെതിരെ ഇവർ ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ സർക്കാരിനെതിരെ ഇവർക്ക് പ്രതികരിക്കാൻ നേരമില്ല. ഇവർക്കിപ്പോൾ ഇന്ന് കെ സുധാകരൻ്റെ പിന്നെ ഒരു എന്താണ് ഓൺലൈൻ ഇൻ്റർവ്യൂ വരുന്നത്. അതായത് അടുത്ത മന്ത്രിസഭയിലെത്തിയിട്ട് MLA മത്സരിച്ച് മന്ത്രിസഭയിലെത്തിയിട്ട് പിണറായി വിജയനെ പുറത്താക്കാൻ വേണ്ടി സുധാകരൻ മാത്രം കഷ്ടപ്പെടുകയാണ്. മനസ്സിലായോ? അപ്പോൾ സ്വതീശനോട് ഇന്ന് ആ ചോദ്യത്തിന് മറുപടി ചോദിക്കുന്നുണ്ട്, പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുന്നുണ്ട് എന്താ അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും എനിക്കിപ്പോൾ തൽക്കാലം മറുപടിയില്ല എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഇപ്പോൾ പ്രശ്നം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാരിനെതിരെ സമരം ചെയ്ത് സർക്കാരിനെ ഇറക്കി അവർക്ക് ഇത് ഒരു അഴിമതി ആരോപണം പറഞ്ഞ് എന്നിട്ട് അടുത്ത കാലത്ത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടോ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നിട്ട് ഒരു സമരം നടത്തി ഈ LDF സർക്കാരിനെതിരെ? ഒന്നുമില്ല. അപ്പം ഈ പ്രോഗ്രസ് റിപ്പോർട്ടിനെ കുറിച്ച് പഠിച്ചിട്ട് അതിനെതിരെ മറുപടി പറയാൻ നിങ്ങളാരും പഠിച്ചിട്ട് അതിനെതിരെ പറയൂ, അപ്പോൾ നമുക്ക് അതിന് മറുപടി പറയാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ ചോദ്യം ഇതായിരുന്നു, കണക്കുകൾ കൃത്യമോ എന്നുള്ളതാണ്. രണ്ടുപേരുടെ അഭിപ്രായത്തിൽ കണക്കുകൾ ഏറെക്കുറെ കൃത്യമാണ്, ഒരാൾക്ക് നോ എന്നാണ് അഭിപ്രായം. Meet the editors.